പവിത്രം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കമലമ്മയും വേദയും അടുക്കളയിലായിരിക്കും വിഷുവും ശ്രീജി ഇങ്ങനെ പുറത്ത് കൈവേരിയിൽ ഇരിക്കുന്നുണ്ടാവും. ഈ സമയത്തായിരിക്കും വിക്രം അകത്തേക്ക് കയറി വരുന്നത്. ആ സമയത്തിന് വിഷും ഇങ്ങനെ വിക്രമിനോട് പറയുന്നുണ്ട്, ഇതെന്താ വിക്രം പോയതുപോലെ ഇങ്ങനെ തിരിച്ചു വരുന്നത്, നീ ഇത് എങ്ങോട്ടേക്ക് പോയതാ? ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടാതെ വിഷമത്തോടു കൂടെ തന്നെ അകത്തേക്ക് അങ്ങ് കയറി പോവും. അപ്പോ വിഷു അങ്ങനെ ശ്രീജയോട് പറയുന്നുണ്ട്, അതെന്താ അവൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോയത്? അവന്റെ മുഖം കണ്ടിട്ട് നല്ല വിഷമമുണ്ടല്ലേ ശ്രീജയെ? അന്നേരം ശ്രീജ പറഞ്ഞിട്ട്, അത് പിന്നെ ഇന്നലെ അച്ഛനും അവനും കൂടെ പിണങ്ങിയില്ലേ, അതിന്റെ വിഷമായിരിക്കും അവന്. വിഷു ചോദിക്കുന്നുണ്ട്, അത് ദാഹിച്ചിട്ട് വയ്യ, നീ എനിക്ക് കുറച്ച് നാരങ്ങ വെള്ളം എടുത്തോണ്ട് വരുമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീജക്ക് അങ്ങ് ദേഷ്യം വരട്ടെ. ശ്രീജ പറഞ്ഞിട്ട്, ഓ ഒരു ജോലിക്കും പോയില്ല, ചുമ്മാ ഇരുന്ന് ഇങ്ങനെ വെള്ളം ചോദിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശ്രീജ അകത്തേക്ക് കയറി പോവും. ശ്രീജ അടുക്കളയിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം എവിടെ പോയതായിരുന്നു അമ്മയെന്ന് ചോദിക്കുന്ന സമയത്തിന് അറിയില്ല മോളെ എന്ന് പറയട്ടെ കമലമ്മ. ആ സമയത്തിന് വേദ പറയുന്നുണ്ട്, ആരോ വിളിച്ചിരുന്നു, അങ്ങോട്ടേക്ക് പോയതാണെന്ന് പറയും. അന്നേരം ശ്രീജ പറയുന്നുണ്ട്, ഏതായാലും വിക്രം തിരിച്ചെത്തിയിട്ടുണ്ട്, വളരെയധികം വിഷമത്തോടു കൂടിയാണ് കയറി വന്നതെന്ന് പറയും. എന്താ കാര്യമെന്നറിയില്ല, ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വേദക്കങ്ങ് വല്ലാതാവട്ടോ. വേദ ഇങ്ങനെ കമലമ്മയോട് പറയുന്നുണ്ട്, ഞാനിപ്പോ വരാമമ്മ എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ നിന്ന് വിക്രത്തിന്റെ അടുത്തേക്ക് പോവാണ് വേദ. വേദ വിക്രമിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഇവിടെ നിന്നും പോയതുപോലെയല്ലല്ലോ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്, നിങ്ങളുടെ മുഖത്താണെങ്കിൽ നല്ല വിഷമമുണ്ട്, എന്താ കാര്യമെന്ന് ചോദിക്കും. അന്നേരം വിക്രം പറഞ്ഞിട്ട്, അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഏതായാലും നീ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ വരല്ലേ. അന്നേരം വേദ വീണ്ടും ചോദിക്കുന്നത്, സത്യം പറ വിക്രം, നിങ്ങളിപ്പോ എങ്ങോട്ടേക്ക് പോയതാ? ശ്രീനിസാരല്ലേ നിങ്ങൾ വിളിച്ചത്? അന്നേരം വിക്രം ഒന്നും മിണ്ടാതിരിക്കാട്ടോ. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട്, അച്ഛനുമായിട്ട് നിങ്ങൾ പിണങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഇത്രമാത്രം വിഷമമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ നിങ്ങളുടെ മുഖത്ത് പെട്ടെന്നൊരു ചേഞ്ച്, എന്തോരം നഷ്ടപ്പെട്ടതുപോലെ എന്നൊക്കെ ചോദിക്കാണ് വേദ. ഇത് കേൾക്കുന്ന സമയത്ത് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടോ. വിക്രം പറയുന്നത്, അതെ ഞാൻ കൊച്ചു കുട്ടിയൊന്നുമില്ല എന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ. നിനക്കെന്താടി ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും എന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ഇവിടെ എന്റെ വീട്ടുകാരുണ്ട്. നീ ഏതായാലും എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ ഇടപെടുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയട്ടെ വിക്രം. ഇത് കേട്ടുകൊണ്ട് തന്നെ വേദ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളും ആ ശ്രീനിവാസൻ സാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കാണ് വേദ. അന്നേരം വിക്രം പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായി വന്ന മനുഷ്യനാണ് ആ ശ്രീനിവാസൻ സാറ്, എന്നാൽ അതങ്ങ് ഇല്ലാതാക്കിയത് എന്റെ അച്ഛനാ. അന്നേരം വേദ പറയുന്നുണ്ട്, ഓ അപ്പൊ അതായിരുന്നു കാര്യം, എന്റെ ഊഹം ഏതായാലും തെറ്റിയില്ല. അപ്പോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അച്ഛനുമായിട്ട് പിണങ്ങിയതിൽ നിങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല, ആ ശ്രീനിവാസൻ സാർ നിങ്ങളോട് എന്തോ പറഞ്ഞത് അതുകൊണ്ടാണല്ലേ നിങ്ങൾക്ക് ഇത്രമാത്രം വിഷമം? അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനേക്കാൾ വലുതാണ് ശ്രീനിവാസൻ സാർ എന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നത്, അതെ എനിക്കിപ്പോ എന്റെ അച്ഛനേക്കാൾ വലുത് തന്നെയാണ് ശ്രീനിവാസൻ സാർ എന്ന് പറയും. അന്നേരം വേദ പറഞ്ഞിട്ട്, എനിക്കിപ്പോ ഏതായാലും കറക്റ്റ് മനസ്സിലായി, നിങ്ങൾ അസലൊരു തെമ്മാടിയും ഗുണ്ടയുമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ താഴ്ത്തി കെട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് വേദയെ തല്ലാൻ വേണ്ടിയിട്ട് കയ്യോങ്ങും. അന്നേരം വേദ പറഞ്ഞിട്ട്, വേണ്ട വേണ്ട, എന്റെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്തിന് വിക്രം പെട്ടെന്ന് അങ്ങ് കൈമാറ്റൂ. വേദ പറഞ്ഞിട്ട്, അതെ ഭാര്യ തല്ലുന്നത് അത്ര വലിയ ആണത്തമുള്ള സ്വഭാവമൊന്നുമല്ല, ഭാര്യ വേണമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം, അല്ലാതെ ദേഹത്ത് തല്ലുന്നത് ഇത്ര വലിയ ക്രെഡിറ്റുള്ള സംഭവമൊന്നുമല്ല. അന്നേരം വിക്രം പറയുന്നത്, നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, എന്റെ നാശം കണ്ടിട്ടില്ലേ നീ അടങ്ങുള്ളൂ എന്നിങ്ങനെ വിക്രം ചോദിക്കുന്ന സമയത്തിന് വേദ ചോദിക്കുന്നത്, അതിന് മാത്രം ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങളായിട്ട് തന്നെയല്ലേ ഓരോ കാര്യങ്ങളൊക്കെ വരുത്തി വെക്കുന്നത്, അതിനിപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രീനിവാസൻ സാർ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ എന്റെ മെക്കെട്ട് കയറുന്നത് എന്തിനാന്ന് ചോദിക്കും. അപ്പോ വിക്രം പറയുന്നത്, ശ്രീനിവാസൻ സാറുമായിട്ടുള്ള എന്റെ എല്ലാ ബന്ധവും അവസാനിക്കാൻ കാരണക്കാരി നീ തന്നെയാണ്, നീയും അച്ഛനുമായി ചേർന്ന് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, ആഹാ അപ്പോ ശ്രീനിവാസൻ സാറ് പറഞ്ഞോ നിങ്ങളുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടും വിട്ടെന്ന്? അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ദേഹം അനങ്ങിയിട്ട് ജോലി ചെയ്തിട്ട് ഒന്ന് മനുഷ്യരെ പോലെ ജീവിക്ക്. അപ്പോഴേക്കും വിക്രത്തിനങ്ങ് ദേഷ്യം വരട്ടെ. വിക്രം പറയുന്നത്, അതേടി ഞാൻ തെമ്മാടി ഗുണ്ടയാണ്, ഞാൻ ആളുകളെ തല്ലും കൊല്ലൊക്കെ ചെയ്യും, ആരാടി നീ അതൊക്കെ എന്നോട് ചോദിക്കാൻ? നീ ചുമ്മാ എന്നെ ഭരിക്കാനൊന്നും വരണ്ട, എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല നിനക്ക്, എന്നെ നീ ഇനി ഭരിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിക്രം ഏതായാലും അവിടെ നിന്ന് ബൈക്കിൽ കയറിയിട്ട് അവിടെ അങ്ങ് പോവാണ്. ആ സമയത്തിന് വേദ അത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും. അന്നേരം കമലമ്മ അങ്ങോട്ടേക്ക് വരും. കമലമ്മയോടായിട്ട് വേദ പറഞ്ഞിട്ട്, അമ്മേ എനിക്ക് തോന്നുന്നത് വിക്രം ശ്രീനിവാസൻ സാറുമായിട്ടുള്ള സകല കൂട്ടുകെട്ട് വിട്ടുന്നാ. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രീനിവാസൻ സാർ കണക്കിലെടുത്തു. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ. ആണോ മോളെ, വിക്രം ശരിക്കും അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട്, തീർത്തെന്ന് പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന സമയത്തിന് കമലമ്മക്ക് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ. കമലമ്മ പറയുന്നുണ്ട്, മാഷ് എപ്പോഴും പറയുമായിരുന്നു വിക്രം ആ ശ്രീനിവാസൻ സാറുമായിട്ടുള്ള കൂട്ടുവിട്ടാ പിന്നെ അവന്റെ ജീവിതം തന്നെ നന്നാവുമെന്ന്. കമലമ്മ പറയുന്നുണ്ട്, ഇപ്പൊ ഏതായാലും അവൻ പോകുന്നത് വർക്ക്ഷോപ്പിലേക്കായിരിക്കും എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഇനിയും അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാ പിന്നെ ശരിയാവില്ലല്ലോ അമ്മേ, എത്ര കാലം വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് ഇങ്ങനെ വായി നോക്കിയിരിക്കും. അമ്മ ഒരു കാര്യം ചെയ്യും, വിക്രമിനുള്ള ചോറ് ഒരു പാത്രത്തിലാക്കി ഇങ്ങതാ, ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയും. ആ സമയത്തിന്റെ കമലമ്മ ചോദിക്കുന്നുണ്ട്, അതൊക്കെ വേണോ മോളെ, മോള് കൊണ്ടുപോയാൽ അവൻ ആ ഭക്ഷണം കഴിക്കുമെന്ന് ചോദിക്കും.
ഇതും കേട്ടുകൊണ്ടായിരിക്കട്ടെ നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിനി ദേഷ്യത്തോട് കൂടെ തന്നെ ചോദിക്കുന്നത്, എടി നിനക്ക് ഇപ്പോഴും ആ വിക്രമിനെ വിടാൻ ഉദ്ദേശമില്ലാലേ എന്ന് ചോദിക്കും. വിക്രം പോകുന്നിടത്തെല്ലാം നീ എന്തിനാടി അവനെ പോയിട്ട് ശല്യം ചെയ്യുന്നത്? ഇവിടെ നിന്നാ നീ അവനൊരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് അവൻ വർക്ക്ഷോപ്പിൽ പോയിരിക്കുന്നത്. അന്നേരം കമലമ്മ ചോദിക്കുന്നത്, എന്തിനാ നന്ദിനി നീ വെറുതെ കള്ളം പറയുന്നത്? വേദമോൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപേയും വിക്രം എപ്പോഴും വർക്ക്ഷോപ്പിൽ തന്നെയായിരുന്നു. 24 മണിക്കൂറും അവൻ വർക്ക്ഷോപ്പിലായിരിക്കും. അതല്ല എങ്കിൽ ആ ശ്രീനിവാസൻ സാറിന്റെ കൂടെ അവരെ വലങ്കൈയായി നടക്കും. നന്ദിനി നീ പോയിട്ട് ചോറ് പാകായോ നോക്ക്. ഇനി ഏതായാലും അതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കണ്ടെന്ന് പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വേദയൊന്ന് തുറപ്പിച്ചു നോക്കിയിട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. നന്ദിനി പോയതിനു ശേഷം വേദ കമലമ്മയോട് പറയുന്നത്, ശ്രീനിവാസൻ സാറുമായിട്ട് വിക്രത്തിന്റെ കൂട്ടുവിട്ടത് നന്നായി അമ്മേ. ഇനി എങ്ങനെയെങ്കിലും വിക്രത്തിനെ എന്തെങ്കിലും ഒരു ജോലിക്ക് പറഞ്ഞു വിടണം. പതിയെ പതിയെ അങ്ങനെ പഴയ വിക്രമാക്കി വിക്രമിനെ മാറ്റിയെടുക്കാൻ നമുക്ക് എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് കമലമ്മക്ക് ഭയങ്കര പ്രതീക്ഷയായിരിക്കും. മോൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമലമ്മ അകത്തേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനായിരിക്കും. വിക്രം വർക്ക്ഷോപ്പിലെത്തിക്കൊണ്ട് വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്ന സമയത്തിന് കൂട്ടുകാർ വന്ന് പറയുന്നുണ്ട്, വിക്രം നീ ഇങ്ങനെ വിഷമിക്കാതിരിക്ക്. ശ്രീനിവാസൻ സാർ മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. വെറുതെ ഒന്നും അദ്ദേഹത്തിന് നിന്നെ അങ്ങനെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. പിന്നെ നിന്റെ അച്ഛൻ അരുതാത്തതൊന്നും ശ്രീനിവാസൻ സാറോട് പറഞ്ഞിട്ടില്ലല്ലോ. സ്വന്തം മകൻ ഇങ്ങനെ കൂലിത്തല്ലുകാരനായിട്ട് നടന്നു പോകുന്നത് കാണുന്ന സമയത്തിന് ഏത് അച്ഛനാണെങ്കിലും അത് വിഷമായിരിക്കും. അത്ര മാത്രമേ നിന്റെ അച്ഛനും പറഞ്ഞോളൂ. ആ കാര്യത്തിൽ നീ വിഷമിക്കൊന്നും വേണ്ട. അന്നേരം വിക്രം പറഞ്ഞത്, ശ്രീനിവാസൻ സാർ എന്റെ കൂടെ ഉണ്ടപ്പോൾ മനസ്സിനൊരു ധൈര്യമായിരുന്നു. എനിക്ക് എന്റെ ശരീരത്തിന് പോലും ഒരു ബലമായിരുന്നു. പെട്ടെന്ന് അതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എന്തോ പോലൊരു തോന്നൽ. ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ എന്റെ മനസ്സിന് കരുത്തായതും സമൂഹത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞതും രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞതെല്ലാം തന്നെ ശ്രീനിവാസൻ സാറിലൂടെയാണ്. ആ ബന്ധം അത്ര പെട്ടെന്ന് അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല എനിക്ക് എന്നിങ്ങനെ വിഷമത്തോടുകൂടെ പറയട്ടോ വിക്രം. അന്നേരം ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, അതിനിപ്പോ ശ്രീനിവാസൻ സാർ നിന്നെ ഉപേക്ഷിച്ചു എന്ന് ആരാ പറഞ്ഞത്? നിനക്ക് ഏതായാലും രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുണ്ട്. അത് ശ്രീനിവാസൻ സാറിന് നന്നായിട്ട് അറിയാം. നീ എങ്ങനെയെങ്കിലും ഒരു തെമ്മാടി എന്ന് ഗുണ്ട എന്ന പേരങ്ങ് കളയണം. ആ ഒരു പേരൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി തന്നെയായിരിക്കും മനഃപൂർവ്വം ശ്രീനിവാസൻ സാർ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ഫ്രണ്ട്സ്. അല്ലാതെ ശ്രീനിവാസൻ സാർ ഒരിക്കലും നിന്നെ വിട്ടുകളഞ്ഞതില്ല. നീ നോക്കിക്കോ, ശ്രീനിവാസൻ സാർ നിന്നെ എന്തായാലും തിരിച്ചു വിളിക്കും. അയാൾക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ. കൂട്ടുകാരുടെ വാക്കെല്ലാം കേട്ട് വളരെയധികം വിഷമത്തോട് ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കായിരിക്കട്ടോ വിക്രം. ഈ സമയത്തിന് വേദ വിക്രമുള്ള ഭക്ഷണവുമായിട്ട് അങ്ങോട്ടേക്ക് വർക്ക്ഷോപ്പിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഭക്ഷണമായിട്ട് വേദ അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്ന സമയത്തിന് പെട്ടെന്ന് വിക്രമിനൊരു ഷോക്കായിരിക്കും. വേദയെ കണ്ടോട് തന്നെ വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് ചോദിക്കുന്നത്, ഇതാര് വേദയോ? കയ്യിലെന്താ ഭക്ഷണമാണോ? അന്നേരം വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വിക്രമിന് കഴിക്കാനുള്ള ചോറും കൊണ്ട് വന്നതാ ഞാൻ. അപ്പോഴേക്കും ഫ്രണ്ട്സ് ഇങ്ങനെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ വിക്രത്തിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എടാ നിന്റെ ഒരു ഭാഗ്യേ, നീ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ നിനക്കുള്ള ഭക്ഷണമായിട്ട് വന്നതാ നിന്റെ ഭാര്യ. ഇതുപോലെ നല്ല സ്വഭാവമുള്ളൊരു ഭാര്യയെ നിനക്കിനി കിട്ടുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരികയാണ്. വിക്രം ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ വേദയോട് ചോദിക്കുന്നത്, എടി നിന്നോട് ആരാടി പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരാൻ? ചോറും കൊണ്ട് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളാൻ. ഇവിടെ ഇരുന്നാലും മനുഷ്യന്റെ സ്വസ്ഥത തരില്ലേ? പോ ഇതും കൊണ്ട് ഇവിടെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദയോട് അങ്ങ് ദേഷ്യപ്പെടോട്ടോ വിക്രം. അന്നേരം ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, എന്താടാ വിക്രം നീ വേദയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവള് ഭക്ഷണമായി ഇങ്ങോട്ടേക്ക് വന്നത്? ഫ്രണ്ട്സ് ഏതായാലും വിക്രമിനെ കളിയാക്കിക്കൊണ്ട് തന്നെ വിക്രത്തിന്റെ ചുറ്റും കൂടി നിന്നിങ്ങനെ പാട്ടൊക്കെ പാടുന്നത് കേൾക്കുന്ന സമയത്തിന് വേദ ഇങ്ങനെ ചിരിക്കാണ്. വേദ പറഞ്ഞിട്ട്, രാത്രി എന്നോ പകലൊന്നോ ഇല്ലാതെ വർക്ക്ഷോപ്പിൽ ഇന്നിങ്ങനെ കഷ്ടപ്പെടുന്ന എന്റെ വിക്രം ചേട്ടന്റെ ഭക്ഷണമായിട്ട് വന്നതാ ഞാൻ. അതുകൊണ്ട് എന്നോട് ദേഷ്യപ്പെടാതെ ഇതൊന്ന് കഴിക്ക് വിക്രം ചേട്ടാ. വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് കൂട്ടുകാരിങ്ങനെ പറഞ്ഞിട്ട്, ആ വിക്രം നീ ഏതായാലും കഴിക്ക്, ഞങ്ങൾക്കും കുറച്ചവിടെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രണ്ട്സ് അവിടെ നിന്ന് പോവും. ഫ്രണ്ട്സ് പോയതിനു ശേഷം വേദ ഏതായാലും കൊണ്ടുവന്നിരിക്കുന്ന ചോറെല്ലാം തന്നെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. വേദ പറഞ്ഞിട്ട്, അമ്മ കഷ്ടപ്പെട്ട് അടുക്കളയിൽ നിന്നുണ്ടാക്കിയതാണ് ഈ ഭക്ഷണമെല്ലാം. അധ്വാനത്തിന്റെ വില അറിയാത്ത നിങ്ങൾ ഏതായാലും ഈ ഭക്ഷണം അങ്ങ് ആസ്വദിച്ച് കഴിക്ക്. അങ്ങനെ ആ ഒരു ചോറിന്റെ പാത്രം വിക്രമിനെ നേരെ നീട്ടുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ടിട്ട് ചോറുപാത്രം അങ്ങ് തട്ടിക്കളയാണ്. ചോറുപാത്രം തട്ടിത്തെറിപ്പിച്ചിട്ട് നേരെ മണ്ണിൽ വന്ന് വീഴട്ടോ. എന്നിട്ട് വിക്രം അങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ വേദയോട് പറഞ്ഞിട്ട്, എടി നീ എന്റെ മുന്നിൽ വല്ലാതങ്ങ് ഷോ ഇറക്കല്ലേ. ഇതൊക്കെ നീ മറ്റാരുടെങ്കിലും മുന്നിൽ കാണിച്ചാൽ മതി. എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയില്ല നിനക്ക്. ഇത് കാണുന്ന സമയത്തിന് വേദക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? നിങ്ങളിപ്പോൾ ഈ തട്ടിക്കളഞ്ഞ ചോറില്ലേ, അത് മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ബലമാണ്. അതിന്റെ വിലയൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇതുപോലെയൊക്കെ സമ്പാദിക്കാത്തവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ വിയർപ്പിന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയട്ടെ വേദ. നിങ്ങൾക്കൊക്കെ ഞാനിത് പറയുമ്പോൾ വെറും നിസാരമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഒരിക്കലും അധ്വാനിച്ചിട്ട് ഇതുപോലെ വിയർപ്പിന്റെ വില അറിഞ്ഞിട്ടൊന്നും ജീവിച്ചിട്ടില്ല. മറ്റുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു പണം കൊണ്ട് വാങ്ങിച്ച ചോറ് മാത്രമേ നിങ്ങൾ കഴിച്ചിട്ടുള്ളൂ. വിക്രമിനങ്ങ് ദേഷ്യം വന്നിട്ട് വേദയെ നോക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. നിങ്ങൾ ഇനി ഓരോ തവണ ചോറ് കഴിക്കുമ്പോഴും ഈ മണ്ണിൽ പുരണ്ട ഈ ചോറിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ ഓർത്തു വെച്ചോ എന്നിങ്ങനെ വേദ വീണ്ടും പറയുന്ന സമയത്തിന് വിക്രം ആകെ അസ്വസ്ഥനാവട്ടെ വേദയുടെ വാക്ക് കേട്ടിട്ട്. വേദ ഏതായാലും മണ്ണ് പുരണ്ട ആ ഒരു ചോറെല്ലാം തന്നെ വാരിയിട്ട് പാത്രത്തിലേക്ക് തിരിച്ചിടുന്നുണ്ട്.
വിക്രം ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു വാക്ക് പോലും മറുത്തു പറയാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലായിരിക്കട്ടെ വിക്രം ഇതെല്ലാം തന്നെ നോക്കിയിരിക്കുന്നത്. ചോറെല്ലാം പെറുക്കി പാത്രത്തിലാക്കിയതിനു ശേഷം വേദ പറഞ്ഞിട്ട് ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോകും. കുറ്റബോധത്തോടു കൂടി തന്നെ വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ സ്വയമേ ശപിച്ചു നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയും കമലയും തമ്മിൽ ഫോൺ ചെയ്യട്ടോ. വിക്രമിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്തിന് കമലമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ആ സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട് വിക്രമിനെയും വേദയും ആരും തമ്മിൽ അകറ്റാൻ ശ്രമിക്കരുത്. വേദമോൾക്ക് മാത്രമേ ഇനി വിക്രമിനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വേദമോൾ വിക്രമിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് വിക്രമിന്റെ ജീവിതം മാറാൻ തുടങ്ങിയത്. ആ മാറ്റം ഞാൻ കണ്ടതാ. ഇനി ഏതായാലും ഞാൻ വേദമോളെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അച്ചമ്മ ഫോണ് കട്ട് ചെയ്യാട്ടോ. പിന്നീട് അങ്ങനെ കുറെ രാത്രിയായിട്ടായിരിക്കട്ടെ വിക്രം വീട്ടിലേക്ക് കയറി വരുന്നത്. അന്നേരം വേദ വന്ന് ചോദിക്കുന്നുണ്ട് ചോറ് വേണ്ടേ കഴിക്കാൻ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് ഞാൻ ചോറൊക്കെ പുറത്തു നിന്ന് കഴിച്ചതാണെന്ന് പറയും. അങ്ങനെ വിക്രം ഏതായാലും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്തിന് വേദയും പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് പായൊക്കെ വിരിച്ചിട്ട് അവിടെ കിടക്കാൻ ഒരുങ്ങുന്ന സമയത്തിന് വിക്രം ചാടി എഴുന്നേറ്റ് കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്റെ കാല് പിടിക്കാം, നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി തരാവോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം ചെയ്യാം, അച്ചമ്മ കിടന്ന മുറിയില്ലേ അത് അടിപൊളി റൂമാണ്, അവിടെ കട്ടിലും മെത്തയും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, നീ വേണമെങ്കിൽ അവിടെ പോയി കിടന്നോളൂ, അമ്മയോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട് ആണോ, എന്നാൽ പിന്നെ ഞാൻ അവിടെ പോയി കിടക്കുന്നില്ല, ഞാൻ ഏതായാലും നിങ്ങളുടെ കൂടെ ഇവിടെ തെറയിൽ കിടന്നോളാം, ഏതായാലും നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. വേദയുടെ കളിയാക്കളെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രമിന് അങ്ങ് ദേഷ്യം വരട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓ നീ എന്റെ ജീവനും കൊണ്ടല്ലേ പോവുള്ളൂലടി, നീ ഏതായാലും ഇവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങടി, രാത്രി നിന്നെ പൊക്കി എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി ഇടൂ ഞാൻ എന്നൊക്കെ പറയും. ആ സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട് ആണോ, അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ അച്ചമ്മയെ വിളിച്ചോളാം, എന്നാൽ പിന്നെ അച്ചമ്മ പറയുന്നത് നിങ്ങൾ അങ്ങ് കേട്ടാൽ മതി എന്ന് പറയും. നിങ്ങൾ അച്ചമ്മ വിളിച്ച പേരെന്തൊക്കെയാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ പറയണോ അതൊക്കെയെന്നൊക്കെ ചോദിക്കട്ടെ വേദ. അപ്പോഴേക്കും വിക്രം പറഞ്ഞിട്ട് ഒന്നും പറയണ്ട, നീ മര്യാദക്ക് കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിക്രം ഏതായാലും അവിടെ കിടന്നുറങ്ങും. വിക്രം അങ്ങനെ കിടക്കുന്ന സമയത്തായിരിക്കും വിക്രത്തിന്റെ ഫോണിലേക്ക് അച്ചമ്മ വിളിക്കുന്നത്. ഓ ഇതാരാ അച്ചമ്മയോ, ഈ തള്ളച്ചി എന്തിനെ ഇപ്പൊ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദനയും ചോദിക്കുന്നുണ്ട് ആഹാ ആരാ അച്ചമ്മയോ, അച്ചമ്മയ്ക്ക് ഏതായാലും 100 ആയുസാ, നമ്മളിപ്പോ അച്ചമ്മയുടെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ട് വേദ എങ്ങനെ നോക്കുമായിരിക്കും. എന്നാൽ വിക്രം അച്ചമ്മയുടെ ഫോൺ എടുക്കാത്തത് കാണുന്ന സമയത്തിന് വേദക്ക് അങ്ങ് ദേഷ്യം വരട്ടോ. വേദ പറയുന്നത് ഇനി അച്ചമ്മ വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കണം, നിങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ എന്റെ ഫോണിൽ നിന്നും അച്ചമ്മയെ വിളിക്കും, എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ മനഃപൂർവ്വം ഫോൺ എടുക്കാതിരിക്കുന്നതാണെന്ന്. എന്താ അത് വേണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വീണ്ടും അച്ചമ്മ വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കാട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ വേദയെ നോക്കിക്കൊണ്ടായിരിക്കും ഫോൺ എടുക്കുന്നത്. അച്ചമ്മ ചോദിക്കുന്നുണ്ട് എടാ നീയും വേദമോളും ഉറങ്ങിയോടാന്ന് ചോദിക്കുന്ന സമയത്തിന് ആ ഉറങ്ങാൻ പോകുന്നതേ ഉള്ളൂ അച്ചമ്മേ, എന്താ അച്ചമ്മ ഇപ്പോൾ വിളിച്ചെന്ന് ചോദിക്കും. അച്ചമ്മ പറഞ്ഞിട്ട് നീ വേദമോളുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുത്തേടാന്ന് പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് അച്ചമ്മ അവളുടെ ഫോണിലേക്ക് വിളിക്ക്, അപ്പോൾ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തോളും എന്ന് പറയും. ആ സമയത്തിന് അച്ചമ്മക്ക് ദേഷ്യം വരട്ടോ. എടാ നിന്നോടല്ല ഏട്ടാ പറഞ്ഞത് അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാനെന്ന് പറയും. നിന്റെ ഫോണിൽ വേദമോളൊന്ന് സംസാരിച്ചൊന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം, അത് തറയിൽ വീണങ്ങ് പൊട്ടിപ്പോകുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാട്ടെ അച്ചമ്മ. വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്ന് വേദയെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട് അച്ചമ്മക്ക് നിന്നോടെന്തോ സംസാരിക്കണമെന്ന്, ദാ ഫോൺ എന്നൊക്കെ പറഞ്ഞ് വേദയ്ക്ക് നേരെ നീട്ടുന്ന സമയത്തിന് വേദ ചിരിച്ചുകൊണ്ട് ആ ഫോൺ വാങ്ങിക്കും. അച്ചമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോണുമായിട്ട് വേദ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എടി എന്റെ ഫോൺ തന്നിട്ട് പോടി എന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മയോട് സംസാരിച്ചതിന് ശേഷം ഫോൺ തരാമെന്നൊക്കെ പറയും. വേദ പുറത്തേക്ക് പോയിക്കൊണ്ട് തന്നെ അച്ചമ്മയോട് സംസാരിക്കണേ. അച്ചമ്മക്ക് സുഖാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സുഖാണ് മോളെ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, കമലം ഇന്നെന്നെ വിളിച്ചിരുന്നു, മോളെ വിക്രത്തിന്റെ മനസ്സ് നീ ആയിട്ടൊന്ന് മാറ്റിയെടുക്കണം. വേദ പറയുന്നത് വിക്രം എപ്പോഴും വർക്ക്ഷോപ്പിലാണ്, അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നതെന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോൾ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട, അവനിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാതിരുന്നാ മതിയല്ലോ. മോൾ ഏതായാലും അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കുമെന്ന് പറയുന്ന സമയത്തിന് വേദ ഏതായാലും വിക്രമിന്റെ കയ്യിലേക്ക് ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വിക്രം ഫോൺ വാങ്ങിച്ചിങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്തിന് അയ്യോ കട്ടിയല്ലേ, അച്ചമ്മക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്ന സമയത്തിന് വിക്രം ദേഷ്യത്തോടെ ഇങ്ങനെ പിറുപിറുക്കണ്. ഓ ആ തള്ളച്ചിക്ക് ഇനി എന്താണാവോ പറയാനുള്ളത് എന്ന് പറയുന്ന സമയത്തിന് അതെല്ലാം അച്ചമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഹലോ അച്ചമ്മേ, അച്ചമ്മക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട് എടോ നീ ഇങ്ങനെ പിറുപിറുത്ത് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു, എന്റെ ചെവിക്കൊന്നും യാതൊരു കുഴപ്പമില്ല, എന്റെ ചെവിയൊക്കെ പാമ്പൻ ചെവിയാണെന്ന് പറയാട്ടോ. വിക്രം പറഞ്ഞിട്ട് അയ്യോ അച്ചമ്മേ ഞാനൊന്നും പറഞ്ഞില്ല, അച്ചമ്മക്ക് ചുമ്മാ തോന്നിയതായിരിക്കും എന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മക്ക് ദേഷ്യം വരട്ടോ. അച്ചമ്മ പറഞ്ഞിട്ട് എടാ എത്ര നാളായടാ നിങ്ങളുടെ കല്യാണം കഴിച്ചിട്ട്, നീ മോളുമായിട്ട് എങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടോ? വേദമോളും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനീ ചോദിക്കുന്നത്, നീ ഒന്ന് സ്പീക്കറിലിട്ടേ എന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മയെ പേടിച്ചിട്ട് വിക്രം വേഗം ഫോൺ സ്പീക്കറിലിടാണ്. അച്ചമ്മ പറഞ്ഞിട്ട് എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, നീ നാളെ വേദമോളെയും കൂട്ടിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിക്കറങ്ങണം, സിനിമയ്ക്കും പാർക്കിലും ബീച്ചിലുമായിട്ട് വേദമോളെ കൂട്ടിച്ച് നീ എല്ലായിടത്തേക്കും പുറത്തേക്ക് പോകണം, എന്താടാ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? നിനക്ക് ഏതായാലും നാളെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ, 24 മണിക്കൂർ നോക്കിയാലും ആ വർക്ക്ഷോപ്പിൽ പോയി ഇരിക്കല്ലേ നിന്റെ പണി,
അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടെ. വിക്രം പറഞ്ഞിട്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല അച്ചമ്മേ, എനിക്ക് വേറെ ജോലി ഉണ്ട് എന്ന് പറയുന്ന സമയത്തിന് അച്ചമ്മ പറഞ്ഞിട്ട് ആയിക്കോട്ടെ, നിനക്ക് എന്ത് ജോലിയുടെ വേറെ ഉള്ളത് പറ, ഞാൻ കേൾക്കട്ടെ, നിന്റെ ജോലി ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുന്ന സമയത്തിന് വിക്രം പിന്നെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നത് നിനക്ക് നല്ലത്. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. എന്ത് സ്ഥിരമായിട്ട് ഞാൻ അവിടെ ഒന്ന് നിൽക്കും. അത് വേണ്ട എങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറയുന്നതിന് വേണ്ട അച്ചമ്മ, അച്ചമ്മ പറയുന്നത് പോലെ ഞാൻ നാളെ ഇവളെ ഇങ്ങോട്ടേക്കും കൊണ്ടുപോയിക്കോളാം. വിക്രം സമ്മതിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് വേദങ്ങ് ചിരിക്കട്ടെ. അച്ചമ്മ പറഞ്ഞതിന് ശരി, എന്നാൽ കുറെ അധികം സമയമായില്ലേ, നാളെ ഞാൻ നിങ്ങളെ വിളിച്ചോളാം. നിങ്ങൾ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ അപ്പം ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ. ഫോണ് കട്ടാക്കിയതിന് ശേഷം വിക്രം ഇങ്ങനെ വേദയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, എടി നീ പറഞ്ഞിട്ടുള്ളടി അച്ചമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നിന്നെ കൊണ്ടൊക്കെ കറങ്ങി നടക്കാൻ. ഹോ എന്റെ വിധി, അല്ലാതെ എന്താ. അന്നേരം വേദ പറഞ്ഞിട്ട്, ഹോ പാവം അച്ചമ്മ, എന്റെ മനസ്സറിഞ്ഞതുപോലെയല്ലേ അച്ചമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ ഏതായാലും ഇങ്ങോട്ടേക്ക് പോവാനല്ലാതെ ആകെ ഇവിടെ ബോറടിച്ചിരിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഏതായാലും എന്നെ കൊണ്ടുപോവില്ല. ഏതായാലും നിങ്ങളുടെ കൂടെ രാവിലെ തന്നെ പോവേണ്ടതല്ലേ, എന്നാ പിന്നെ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ അവിടെ കിടക്കാട്ടോ. വിക്രത്തിനങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ വേദയെ നോക്കിയിട്ട് വിക്രം അവിടെ കിടക്കും. ഏതായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് വേദ വിക്രമിന്റെ ചായമായിട്ട് ബെഡ്റൂമിലേക്ക് വരികയാണ്. വിക്രം ആകെ ഇങ്ങനെ കുറ്റബോധത്തോടു കൂടെ ഇരിക്കായിരിക്കും. ചായ നീട്ടുന്ന സമയത്തിന് വേദയോടെ വിക്രം പറയുന്നത്, നീ ഇന്നലെ രാവിലെ കൊണ്ടുവന്ന ചോറ് അതൊരിക്കലും ഞാൻ തട്ടിക്കളയാൻ പാടില്ലായിരുന്നു, സോറി എന്ന് പറയും. വേദക്കും വിക്രമിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വല്ലാതാവാട്ടോ. വേദ പറഞ്ഞിട്ട്, അപ്പോൾ അത് തെറ്റാണെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്കറിയാമായിരുന്നു അപ്പോഴത്തെ ദേഷ്യം കൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ഒരിക്കലും നമ്മൾ ആഹാരത്തെ നിന്ദിക്കാൻ പാടില്ല. ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്നോട് സോറി പറഞ്ഞല്ലോ. വിക്രത്തിന് ചായക്ക് കൊടുത്തതിനു ശേഷം വേദ തിരിച്ച് അടുക്കളയിലേക്ക് വരട്ടെ. അടുക്കളയിലാണെങ്കിൽ കമലമ്മയും ശ്രീജയെടുത്തിയും നന്ദിനിയെടുത്തിയും ഒക്കെ ഉണ്ടാവും. ആ സമയത്തിന് വേദ വന്ന് പറഞ്ഞിട്ട്, അമ്മേ ഉച്ചയ്ക്ക് എനിക്കും വിക്രമേട്ടനൊന്നും ചോറ് വേണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാൻ പോവാണ്. ഞങ്ങൾ ഏതായാലും പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വൈകിട്ടൊക്കെ തിരിച്ചെത്തുള്ളൂ എന്നൊക്കെ പറയാട്ടോ വേദ. എന്നാൽ വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ശ്രീജയ്ക്കും കമലക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിലും നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് കണ്ണും തുറപ്പിച്ചിട്ട് വേദയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. നന്ദിനി പറഞ്ഞിട്ട്, അമ്മേ ഇവള് ചുമ്മാ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും, അല്ലാതെ ഇവളുടെ കൂടെ കറങ്ങി അടിച്ച് നടക്കാനൊക്കെ വിക്രം പോവാനോ? അതൊന്നും ഒരിക്കലും നടക്കില്ല അമ്മേ എന്നൊക്കെ പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അമ്മേ, വിക്രം എന്നെ കൊണ്ടുപോകുന്നത് അച്ചമ്മ വിളിച്ച് പറഞ്ഞിട്ടാ പോകുന്നത്. ഇത് കേട്ടുകൊണ്ട് തന്നെ കമലമ്മ പറഞ്ഞിട്ട്, അതേതായാലും ഒരു നല്ല കാര്യം തന്നെയാണ്, നിങ്ങളിപ്പോ ഭാര്യ ഭർത്താവുമല്ലേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ വേണം. ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനൊരു ജീവിതം തുടങ്ങിയ സ്ഥിതിക്ക് ഇതൊക്കെ വേണമെന്ന് പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വരാട്ടോ. ശ്രീജ പറഞ്ഞിട്ട്, ഇത് പറയുമ്പോഴേക്ക് വേദമോളുടെ മുഖത്ത് ആ ഒരു സന്തോഷം ഒന്ന് കണ്ടാമേ, അച്ഛൻ ഏതായാലും ഇവിടെ വന്ന് നിന്നത് നന്നായി. അന്നേരം ഇത് കേട്ട് കമലമ്മ പറഞ്ഞിട്ട്, അത് ശ്രീജ പറഞ്ഞത് സത്യമാണെന്ന് പറയുന്ന സമയത്തിന് വേദ നാണത്തോട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നങ്ങ് പോവും. എന്നാൽ ഇത് കേട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ ദേഷ്യം വന്നിങ്ങനെ കുശുമ്പോട് നോക്കി നിൽക്കായിരിക്കട്ടെ നന്ദിനി. വേദ ഏതായാലും വിക്രമിന്റെ കൂടെ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അതീവ സുന്ദരിയായിട്ട് വിക്രമിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന സമയത്തിന് വിക്രം ഒരു നിമിഷം വേദയത്തിന്റെ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കുമായിരിക്കും. വേദ വന്ന് പറയുന്നുണ്ട്, ഞാൻ ഏതായാലും റെഡിയായി, നമുക്ക് ഇറങ്ങുമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടെ. വിക്രം പറഞ്ഞിട്ട്, എന്റെ ഒരു ഗതികേട്, ഏത് സമയത്താണാവോ അച്ചമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. വിക്രം ഏതായാലും റെഡിയായിക്കൊണ്ട് തന്നെ വേദയുടെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്തിന് കുശുമ്പോട് നോക്കി നിൽക്കായിരിക്കട്ടെ നന്ദിനി. അന്നേരം വേദ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്തിന് നന്ദിനിയോട് പ്രത്യേകം പറഞ്ഞിട്ട്, ഞങ്ങളൊന്ന് പോയിട്ട് വരാൻ നന്ദിനി എടുത്തി എന്ന് പറയും. എന്നാൽ നന്ദിനി ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദ എങ്ങനെ വിക്രമിനെ വട്ടമിട്ട് പിടിക്കുമായിരിക്കട്ടോ. വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട്, കൈ വിടടി എന്റെ ദേഹത്തിൽ നിന്ന് പറയും. വിക്രം വേദയും ബൈക്ക് കയറി പോകുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ടെ നന്ദിനിക്ക്. നന്ദിനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ആ ബൈക്ക് സ്റ്റാർട്ട് ആവില്ലേ എന്ന് പറയുമ്പോഴേക്കും ബൈക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈശ്വര അവർക്കിന്ന് ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്തിന്റെ ബൈക്ക് സ്റ്റാർട്ടാക്കിയിട്ട് വിക്രവും വേദയും അവിടെ നിന്നങ്ങ് പോവാട്ടോ. ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുമായിരിക്കും നന്ദിനി. എന്നാൽ അവർ രണ്ടുപേരും യാത്ര തുടങ്ങുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര സന്തോഷമായിരിക്കട്ടെ. വിക്രം ഇങ്ങനെ വേദയോട് ചോദിക്കുന്നുണ്ട്, വേദ നിനക്ക് ആദ്യം എങ്ങോട്ടേക്കാ പോകേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, നമുക്ക് ആദ്യം ബീച്ചിലേക്ക് പോവാം, അവിടെ പോയിട്ട് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം എന്ന് പറയും. എന്നിട്ട് വേദ പറഞ്ഞതനുസരിച്ച് വിക്രവും വേദയും ആദ്യം തന്നെ പോകുന്നത് ഒരു ബീച്ചിലേക്കായിരിക്കും. ബീച്ചിലെത്തിയതിനു ശേഷം വേദ ഇങ്ങനെ ബീച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കട്ടോ. വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. വിക്രം ഒന്നും മിണ്ടാതെ വേദയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്തിന് വേദ ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ ഒരു രസമില്ല. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടുമെങ്കിലും ചെയ്യൂ വിക്രം. അല്ല വിക്രു എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ഇനി എന്ത് പറയാനാണ് വേദാളം, നീ എന്നെ അങ്ങ് തളച്ചിട്ടേക്കുവല്ലേ. നീ അവിടെ ഉള്ള സമയത്ത് എല്ലാവരും കൂടിയായിട്ട് ആ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്കാകെ ഭ്രാന്തി പിടിക്കും. ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് ഞാൻ ആ വർക്ക്ഷോപ്പിൽ പോയിരിക്കുന്നതാണ്. പിന്നെ ശ്രീനിവാസൻ സാറിന്റെ കൂടെ അങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ അതൊരു വേറെ ജീവിതമായിരുന്നു. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയായിരിക്കട്ടോ വിക്രം. ആ സമയത്തിന്റെ വേദ പറയുന്നുണ്ട്, അതെന്താ ഇതിപ്പോ എല്ലാവരിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് കൊണ്ടതിന് വേദയോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇപ്പൊ നിന്റെ ഉദ്ദേശം? മനുഷ്യൻ എവിടെ ചെന്നാലും ഒരു സ്വസ്ഥതയും തരില്ല എന്നാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, എന്നാ പിന്നെ ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല.
എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരാവോ, അതാവുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊന്നും ചേർക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ട് വേദയെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ വേദക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടതിന് വിക്രം ഇങ്ങനെ പറയുന്നതിന് വിശ്വേട്ടൻ്റെ മോളുള്ള സമയത്ത് ഞാൻ അവൾക്ക് ഇതുപോലെ ഇങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് വൈകുന്നേരങ്ങളിൽ അവളുമായിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വരുമായിരുന്നു. അവളുടെ ചിരിയും കളിയൊക്കെ കാണുന്ന സമയത്തിന് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. അവളെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നിട്ട്, പറ്റുവാണെങ്കിൽ അവൾ ഇന്ന് കാണാൻ പോകണം. എന്നിട്ട് വീട്ടിൽ അവളെ കുറച്ച് ദിവസം കൊണ്ടുവന്ന് നിർത്തണം. അവൾ വീട്ടിലുള്ള സമയത്ത് എനിക്ക് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമാണ്. അവളുടെ ചിരിയും കളിയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറയട്ടെ വിക്രം. വിക്രമിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ വിക്രമത്തിനെ എങ്ങനെ നോക്കണേ എന്നിട്ടിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ആ മോള് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്ന വിക്രമത്തിന്റെ സ്വഭാവത്തിൽ ഒരുപാടധികം മാറ്റങ്ങൾ വരും. വിക്രമിന്റെ വാക്ക് കേട്ടുകൊണ്ടതിന് വേദ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ശ്രീചേട്ടത്തിന്റെ വീട്ടിലേക്ക് പോയാലോ, എന്നിട്ട് നമുക്ക് ആ മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാലോ? അപ്പോഴേക്കും വിക്രം പറയുന്നത്, അതൊന്നും ശരിയാവില്ല എന്ന് പറയുന്ന സമയത്തിന് വേദ ചോദിക്കുന്നത്, അതെന്താ ശരിയാവാത്തത്? നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്തിന് ശ്രീചേട്ടത്തേക്ക് അത് സർപ്രൈസ് ആയിരിക്കും. ശ്രീചേട്ടത്തിക്ക് വലിയ ഇഷ്ടമാണ് മോളെ കാണണമെന്ന് ശ്രീചേട്ടത്തി ഇന്നലെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. വിശ്വേട്ടനും ശ്രീചേട്ടത്തിയും പോയിട്ട് മോളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ മോളെ കൂട്ടിക്കൊണ്ടുവരാം വിക്രം. പ്ലീസ് വിക്രം, നമുക്കിപ്പോൾ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പം മോൾക്ക് ഏതായാലും സ്കൂളിലൊന്നും പോകണ്ടല്ലോ. അതുകൊണ്ട് മോൾ ഏതായാലും നമ്മുടെ കൂടെ വന്നിട്ട് കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കട്ടെ. വേദ ഇങ്ങനെ വല്ലാതെ നിർബന്ധിക്കുന്ന സമയത്തിന് വിക്രം അതിന് സമ്മതിക്കണം. എന്നാ ശരി, നമുക്ക് പോവാമെന്ന് പറയും. അങ്ങനെ വിക്രമും വേദയും നേരെ ശ്രീജയുടെ വീട്ടിലേക്ക് പോയിട്ട് മോളെയും കൂട്ടിക്കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാട്ടോ. വിക്രമും വേദയും വീട്ടിലേക്ക് വരുന്ന സമയത്തിന് ശ്രീജയുടെ മോളും കൂടെ ഉണ്ടാവും. നന്ദിനി അത് കാണുന്നുണ്ട്. എന്നിട്ട് നന്ദിനി ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്, അമ്മേ അച്ഛാ ശ്രീജയുടെ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോഴേക്കും അവരെല്ലാവരും പുറത്തേക്ക് വരുന്ന സമയത്തിന് മോളെ കാണുന്ന സമയത്ത് വിഷു മൂടി പുറത്തേക്ക് വരുന്നുണ്ട്. മോളെ കാണുന്ന സമയത്തിന് ശ്രീജ പെട്ടെന്ന് മോളെ കൊടുത്തിട്ട് ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. കമലമ്മക്കും നന്ദിനിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. വിക്രമൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ശ്രീജിയുടെ മോള് വീട്ടിലേക്ക് വന്നതോടുകൂടി തന്നെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ ഇങ്ങനെ മോളോട് പോയി ചോദിക്കുന്നുണ്ട്, മോൾക്ക് ഇങ്ങനെ വീട്ടിലിരിക്കാനാണോ ഇഷ്ടം അതോ പുറത്തൊക്കെ പോകാനാണോ ഇഷ്ടം എന്ന് ചോദിക്കും. അന്നേരം മോള് പറഞ്ഞിട്ട് എനിക്ക് പുറത്തു പോകാനാണ് ഇഷ്ടമെന്ന് പറയും. ആ സമയത്തായിരിക്കട്ടോ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയത്തിന് മോള് ചോദിക്കുന്നിട്ട് എന്നെ ബീച്ചിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കും. വേദ പറഞ്ഞിട്ട് നമുക്ക് 3 പേർക്കും ബീച്ചിലേക്ക് പോവാമെന്ന് പറയാട്ടോ. ആ സമയത്തിന് വിക്രം പറഞ്ഞിട്ട് ഈ ആൻറ്റി വേണ്ട, നമുക്ക് 2 പേർക്കും ഒന്നിച്ച് ബീച്ചിൽ പോവാമെന്ന് പറയാണേ. അന്നേരം മോള് പറഞ്ഞിട്ട് അത് വേണ്ട, ഈ ആൻറ്റി ഒഴിവാക്കണ്ട, നമുക്ക് 3 പേർക്കും കൂടി ബീച്ചിലേക്ക് പോവാമെന്ന് പറയുന്ന മോളുടെ വാശിക്കും മുന്നിൽ വിക്രം പറഞ്ഞിട്ട് എന്നാ പിന്നെ നമുക്ക് പോവാമെന്ന് പറയും. അങ്ങനെ അവർ 3 പേരും കൂടി ബീച്ചിലേക്ക് പോകാൻ ഒരുങ്ങായിരിക്കട്ടോ. ഇതും കണ്ടുകൊണ്ട് തന്നെ മാഷ് വന്നിട്ട് മോളെ എടുത്തിട്ട് കവിളത്തൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട്. മോള് മാഷിനോട് പറഞ്ഞിട്ട് അതെ ഞങ്ങൾ 3 പേരും കൂടി ബീച്ചിൽ പോവാൻ നിൽക്കുകയാണെന്ന് പറയുന്ന സമയത്തിന് മാഷ് ഒന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. കമലമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, വേദയെ കാണിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഈ ആൻറ്റിയെ മോൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്ന സമയത്തിന് മോള് പറഞ്ഞിട്ട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി ആൻറ്റിയെ. അന്നേരം വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വിക്രം വന്നിട്ട് വേദയെ മോളെയും കൂട്ടിക്കൊണ്ട് നേരെ ബീച്ചിലേക്ക് പോകും. ബീച്ചിലെത്തിയ ഉടനെ തന്നെ വിക്രം മോളുമായിട്ട് നല്ല കളിയിലായിരിക്കും. എന്നാൽ മോള് വന്നതിന് ശേഷം വിക്രമിലുണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങളുടെ വേദ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുമായിരിക്കും. മോളുമായിട്ട് നല്ല കൂട്ടായിരിക്കട്ടെ വിക്രം. മോള് വന്നതോടുകൂടി ആ ഒരു കുഞ്ഞിന്റെ കൂടെ ചെറിയൊരു കുട്ടികളെ പോലെ ചിരിക്കുകയും കളിക്കുകയും ആ ഒരു കുഞ്ഞിന്റെ കൂടെ ഇങ്ങനെ കൊഞ്ചിക്കുഴയൊക്കെ കാണുന്ന വിക്രമിനെ കാണുന്ന സമയത്തിന് വേദക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. അങ്ങനെ ആ ഒരു കുഞ്ഞിനോടൊപ്പം ഇരിക്കുന്ന സമയത്തായിരിക്കട്ടെ വേദ ആദ്യമായിട്ട് വിക്രമിന്റെ ആ ഒരു നിഷ്കളങ്കമായ ചിരിയും കളിയും കുസൃതികളൊക്കെ കാണുന്നത്. വിക്രം മോളുമായിട്ട് കണ്ണുകെട്ടി കളിക്കുന്ന സമയത്തിന് ആളറിയാതെ വിക്രം ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുന്നത് വേദയായിരിക്കും. കണ്ണഴിച്ച് നോക്കുന്ന സമയത്തിന് മോളുടെ പകരം വേദയെ കാണുന്ന സമയത്തിന് വിക്രമിന് അങ്ങ് ചമ്മലാവുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് മോളങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് വിക്രം വന്നിട്ട് വേദ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതോടുകൂടെ തന്നെ വിക്രം വേദ ഇങ്ങനെ നാണത്തോടെ ഇങ്ങനെ 2 പേരും ചിരിക്കട്ടോ. എന്നാൽ ഇത് കാണുന്ന സമയത്തിന് മോള് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ 2 പേരും തമ്മിൽ റൊമാൻസ് ആണോ എന്ന് ചോദിക്കും. എന്നാൽ മോളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ വിക്രവും വേദയും തമ്മിൽ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കാട്ടോ. ശ്രീനിവാസൻ സാറിൽ നിന്നും വിക്രമിനെ അടർത്തി മാറ്റിയത് കൊണ്ട് തന്നെ വേദ പകുതി ആശ്വാസത്തിലായിരിക്കും. എന്നാൽ പിന്നീട് പിറ്റേ ദിവസം തന്നെ ശ്രീനിവാസൻ സാർ വിക്രത്തിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. വർക്ക്ഷോപ്പിലേക്ക് വന്നതോടുകൂടി തന്നെ കൂട്ടുകാരിങ്ങനെ വിക്രമിനോട് പറയുന്നുണ്ട്, ഇനി മുതൽ വിക്രം വെറും വിക്രമല്ല, ശ്രീനിവാസന്റെ തുടരവകാശിയാണ്. അങ്ങനെ ശ്രീനിവാസൻ സാർ ഓഫീസിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ വിക്രത്തിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി വേദ കിടന്നുറങ്ങുന്ന സമയത്തിന് വിക്രത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം ഗുണ്ടകളൊക്കെ വരുന്നത് കാണുന്ന സമയത്തിന് വേദക്ക് അങ്ങ് പേടിയാവും. അങ്ങനെ ഉറക്കത്തിലാകെ പേടിച്ച് നിലവിളിക്കുന്ന വേദയെ കാണിച്ചുകൊണ്ടാട്ടോ എപ്പിസോഡ്